നമ്മൾ പലപ്പോഴും ആലോചിക്കും ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തേക്കുന്ന അവരുമായിട്ട് കണക്ഷൻസും ഞാൻ വീണ്ടും ഊന്നി പറയുന്ന അടിപൊളിയായിട്ട് നുണക്കുഴിയിൽ ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ കൺഗ്രാചുലേഷൻസ്. താങ്ക് യു താങ്ക് യു. അതിന്റെ ഒരു കാര്യം ചെയ്യണം, ആ സ്ക്രിപ്റ്റ് എഴുതാൻ സാർ എത്ര ദിവസം എടുത്തു? നുണക്കുഴി നുണക്കുഴി എഴുതാനോ? ആ നുണക്കുഴി എഴുതാൻ എനിക്ക് തോന്നുന്നൊരു സീൻ ഓർഡർ ആക്കാൻ ഒരു 2 മാസം എനിക്ക് എടുത്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഇത് ചെയ്തേനെ. എനിക്ക് തോന്നുന്നൊരു കൂമന്റെ സമയത്താണ് ഞാൻ ഇതിന്റെ ഒരു ത്രെഡ് ജിത്തുവിനോട് പറയുന്നത്. അത് ജിത്തു ഓക്കെ. ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. കാരണം ജിത്തു ഈ ത്രില്ലർ തന്നെ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഇതൊരു ഡാർക്ക് കോമഡി അതെ. ജോണറിൽ പെടുന്നുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞപ്പോ ജിത്തുവിന് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. ജിത്തു പറഞ്ഞു ഞാൻ ചെയ്തോളാം, ഇത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു കൂമന്റെ ഷൂട്ടും ഡബും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നിട്ട് ഒരു 2 മാസം കൊണ്ട് ഈ വൺ ലൈൻ റെഡിയാക്കുന്നതിന്റെ. അതാണ് ഈ സിനിമയുടെ എന്റെ എഴുത്തിന്റെ ഒരു പ്രധാന സാധനം എന്ന് പറയുന്നത് വൺ ലൈൻ ആണ്. വൺസ് വൺ ലൈൻ ആയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഡയലോഗ് എഴുതി സ്ക്രീൻ പ്ലേ ഫുൾ ആക്കിയാൽ മതി. മനസ്സിലായി. കേൾക്കുന്നുണ്ട്, ഇവിടെ മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇല്ല, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല സർ. സോ ബേസിക്കലി സർ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാല് നുണക്കുഴിയിലെ സാറിന് കേൾക്കുന്നുണ്ടല്ലോ എനിക്ക് അല്ലേ? കുറച്ച് കേൾക്കുന്ന പ്രശ്നം വന്നു സൗണ്ട്. ആണോ? നുണക്കുഴിയില് സീക്വൻസ് ഞാൻ അതാണ് ചോദിക്കുന്നത്. ക്യൂമനും 12th മാൻ കഴിഞ്ഞിട്ട് ഒരു കോമഡി ജേണറിലേക്ക് പോകാനായിട്ടുള്ള സാറിന് ആ ഇതിവൃത്തം അല്ലെങ്കിൽ ആ ഐഡിയ പെട്ടെന്ന് വന്നതാണോ? പിന്നെ ഒരു ചോദ്യം, പലരും ഈ ഒരു ഫിലിം ഞങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പലരും ചോദിക്കുന്നത് ഇതൊരു കോപ്പി കാറ്റാണോ, ഇത് എവിടെന്നെങ്കിലും ഒറിജിനൽ കിട്ടിയിട്ടുണ്ടോ? ഞാനത് ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. സാറിന്റെ ഇതിൽ എന്തെങ്കിലും ഒരു ഇതിവൃത്തം, സാറിന് ഒരു ഐഡിയ, സാറിന്റെ ഐഡിയ ആണോ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടത് ഒരു തുറന്നു പറച്ചിലാണോ എന്നുള്ള ചോദ്യമാണെങ്കിൽ നമുക്കത് അല്ലല്ല, ഇത് 2 സംഭവങ്ങൾ, ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന 2 സംഭവങ്ങളും എന്റെ പരിചയത്തിൽ നടന്ന 2 സംഗതികളാണ്. അതെനിക്ക് അതില് ബേസിൽ ജോസഫിനുണ്ടായ 2 സംഭവങ്ങളും ഈ സിനിമയുടെ കഥാഗതിയിൽ പോകുന്ന 2 സംഭവങ്ങളും എനിക്ക് പേഴ്സണലി അറിയാവുന്ന സംഭവങ്ങൾ. ശരി. അതുകൊണ്ട് ഇത് ഏതെങ്കിലും സിനിമയുടെ ഒരു ഛായ ഉണ്ടെന്ന് പോലും ആരും പറഞ്ഞ് ഞാൻ എവിടെയും കേട്ടില്ല. കാര്യം ഇത് എന്റെ അനുഭവത്തിൽ നടന്ന 2 കഥകളാണ്. അതൊരു കൺഫർമേഷന് വേണ്ടി കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ ഇൻസിഡന്റ് എനിക്ക് ഒട്ടും പറയാൻ പറ്റില്ല. അതെനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഞാൻ പറയാം. കാര്യം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണെങ്കിൽ വേണ്ട. ഇല്ല. ആദ്യത്തേത് പറഞ്ഞാലാണ് ബുദ്ധിമുട്ട്. ആദ്യത്തെ ഞാൻ പറയത്തില്ല. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്റെ ഒരു സുഹൃത്ത് ഈ കമ്പ്യൂട്ടർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ സർവീസിങ് അത്തരം ബിസിനസ് ഒക്കെ വളരെ വളരെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സർവീസിങ് സെന്റർ, ഹാർഡ്വെയർ സെയിൽസും സർവീസും കൂടെ നടത്തുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ പുള്ളി ഈ ജോലിക്കിടയിൽ ഒത്തിരി ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഏതോ ഒരു ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടറും കൊണ്ട് ഇവിടെ ശരിയാക്കാൻ 2 പിള്ളേര് വന്നു. അപ്പൊ അവര് ആ വെയിലത്ത് അലന്ന് ആകെ ടയേർഡായിട്ടൊക്കെ വന്ന് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ എടുത്ത് മുകളിൽ കൊണ്ടുപോയി ഇത് ശരിയാക്കാനൊക്കെ വെച്ചപ്പോ അതിലൊരാള് അവിടെ ഒരു കുപ്പി വെള്ളം ഇരിക്കുന്നുണ്ട്. ആ വെള്ളം പുള്ളി എടുത്തിട്ട് ദാഹിച്ചു വരുവാണല്ലോ, പുള്ളി എടുത്തിട്ട് കുടിച്ചു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന എന്തോ ഒരു ഇതായിരുന്നു, കെമിക്കൽ ലിക്വിഡ്. എനിക്ക് അതിന്റെ എന്താ പേരെന്ന് അറിയത്തില്ല. ഭയങ്കര പ്രശ്നമായി. പുള്ളിയുടെ ഇവിടെ മുതൽ താഴേക്ക് അങ്ങ് പൊള്ളി. ഫിനൈലിന്റെ വൈറ്റ് സാധനമാണ്. ഫിനൈല് ഇതെടുത്ത് കുടിച്ചു. ഇയാള് പ്രശ്നമായി. ഇവരെല്ലാം പാനിക്കായി. ഇവരെടുത്ത് എറണാകുളത്തെ പ്രശസ്തമായ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരെടുക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ആത്മഹത്യ ചെയ്ത കേസുള്ള സമയമാണ്, ആത്മഹത്യാ ശ്രമത്തിന് ശിക്ഷയുള്ള സമയമാണ്. അവർ പറഞ്ഞു അവരെടുക്കത്തില്ല, ഇത് ആത്മഹത്യാ ശ്രമമാണെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമായി. അയാൾ ഗുരുതര അവസ്ഥയിലുമാണ് അന്നേരം. പിന്നെ പല രീതിയിലുള്ള ശുപാർശകൾ നടത്തിയിട്ടാണ് ഇത് ആത്മഹത്യ ചെയ്താൽ അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞ് പോലീസ് അങ്ങനെ കേസെടുത്തത്. ഈ സംഭവമാണ് ഈ രണ്ടാമത്തെ ഇൻസിഡന്റിന് പ്രചോദനമായി. പറയണ്ട. അത് പറയാം. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാര്യം, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം സാറിനത് പ്രകോപനമായിട്ട് കൊണ്ടുവന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പടം കണ്ടു കഴിഞ്ഞ് ഞാൻ ആദ്യം പോയി കാണുന്നു, എന്റെ ഫാമിലിയെ കൊണ്ടുവന്ന്. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് പടം കണ്ടു കഴിഞ്ഞ് വന്നവര് പറയുന്നത് ഇത് എവിടെയെങ്കിലും ഇനിയിപ്പോ കൊറിയൻ ഫിലിമിൽ ഉണ്ടാവും, അത് എവിടെന്നെങ്കിലും അടിച്ചു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു കോപ്പി അടി എന്ന് പറയുന്ന വിഷമം അല്ല, അതെനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഞാനും സിനിമ ഫീൽഡിലല്ല, പക്ഷെ ഒരു എഫേർട്ട് നമുക്ക് ഒരിക്കലും കുറച്ചാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. സോ ദർ ഇസ് അതൊരു ക്ലാരിഫിക്കേഷൻ. ഇത് എവിടെയെങ്കിലും 3-4
5-6 മാസം കഴിയുമ്പോൾ കൊറിയയിൽ ഏതെങ്കിലും ഫിലിമിന്റെ, പിന്നെ ഏത് സിനിമയാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു കുറച്ച് ക്രോസ് മാച്ച് ഒക്കെ കാണും. പക്ഷെ നമുക്ക് അതിനകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. താങ്കളുടെ സൃഷ്ടി തന്നെയാണ്. താങ്കൾ കഷ്ടപ്പെട്ട് 2 മാസം കൊണ്ട് എഴുതി അതിനകത്ത് ആക്ടേഴ്സിനെ കൊണ്ട് അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ പേഴ്സണൽ ലെവലാണ് ചോദിച്ചത്. ബിക്കോസ് വെൻ ഐ കെയിം ഔട്ട് അങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടോണ്ട് ഞാൻ തൊട്ടത് ഇത് കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ളത് വെച്ചാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ആ ഒരു ആൻസർ നല്ലതായിട്ട് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. അടുത്തതിലേക്ക് പോകുമ്പോൾ നമ്മൾ 12th മാനെ കുറിച്ച് കേട്ടു. ക്യൂമനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു പേര്, പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയായിരുന്നു. അതും താങ്കൾ അങ്ങനെയുള്ള ജോണറാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇന്നിപ്പോ നുണക്കുഴി വന്നേക്കുന്ന ഒരു കോമഡി ജോണറാണ്, അതോ ഇങ്ങനെ ജോണറലായിട്ടൊന്ന് എന്നെ അടിച്ചേൽപ്പിക്കില്ലെന്നുള്ളൊരു ഇതിലോട്ടാണോ ഇപ്പൊ സാറിന്റെ സഞ്ചാരം? അല്ല, ഞാൻ അങ്ങനെ ഒരു 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 പ്രത്യേകമായ ഒരു ജോണറിൽ നിൽക്കണ്ട എന്ന് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഇനി വെരി ഇപ്പൊ ഗുഡ്. ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 സിനിമകളും 3 ഡിഫറെന്റ് ജോണറിൽ പെടുന്നതാണ്. ആണോ? അപ്പൊ അതുകൊണ്ട് ശരി. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചതുരത്തിനകത്തിൽ നിൽക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. ആഹാ. നമ്മൾ എഴുതുമ്പോൾ, ത്രില്ലർ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനകത്തിലൊരു താല്പര്യമുണ്ട്. എഴുത്തിനകത്തിൽ കുറച്ചും കൂടെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ കോമഡി കാരണം ഞാൻ ആദ്യം ജിത്തുവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോമഡി ഡ്രാമയായിരുന്നു. അത് ശരി. അത് പല കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ജിത്തു ഈ തുടർച്ചയായി ത്രില്ലറുകൾ ചെയ്ത് ജിത്തു ഒരു പടമൊന്ന് മാറ്റി ചെയ്ത സമയത്ത് അത്ര വർക്കാവാതെയൊക്കെ വന്നപ്പോഴാണ് അത് ഞങ്ങൾ മാറ്റിവെച്ചത്. മാറ്റിവെച്ചപ്പോഴാണ് ഞാൻ ഈ കൂമന്റെ കഥ പറയുന്നത്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയി പുള്ളിക്ക് തോന്നിയോണ്ടാണ് എന്നോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ കൂമൻ എഴുതി അതിന്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര രസമായി വന്ന് കണ്ടതുകൊണ്ടാണ് ജിത്തു ഈ 12th മാന്റെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ എന്നെ വിളിച്ചേൽപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഫിലിമാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഇതിന്റെ ഒരു റൈറ്റുമായിട്ട് അവര് കോമഡി ഡ്രാമയായിട്ട് മേക്ക് ചെയ്യാൻ ഇവിടെ വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെ എഴുതുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ വേണമെങ്കിൽ ഇതിന് വേറൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് മാറ്റി. ഒരു ഇംഗ്ലീഷ് സിനിമ അതുപോലെ ഉണ്ട്, ഒരു കുറച്ച് ഒരു ദ്വീപിൽ അകപ്പെട്ട് പോയിട്ട് ആ ഫിലിമിനെ ഓർക്കുന്നില്ല. അത് പക്ഷെ ഇതുപോലെയാണ് ഒരു. അല്ല, അതല്ല ഇതല്ല, ഇത് വേറൊരു ഇതായിരുന്നു. അതിന്റെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ അതേ ഇതിലെ കോമഡി ഡ്രാമയായിട്ട് തന്നെ ഹിന്ദിയിൽ അവരിപ്പോ റീമേക്ക് ചെയ്യുന്നുണ്ട്. അത് കോമഡിയാണത്, പടം കോമഡിയാണത്. പക്ഷെ നമ്മുടെ അടുത്ത് ഈ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവര് മൾട്ടി ലാംഗ്വേജ് ചെയ്യാനായിട്ടാണ് വന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം ഒന്നിച്ച് ചെയ്യാനാണ് കാര്യം. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്കൊന്ന് മാറ്റി ഞാൻ ഇങ്ങനെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഇതിന്റെ ഒരു ത്രില്ലർ സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാനിത് പിന്നെ എഴുതി. അത് നമ്മള് പറയുന്ന കാര്യം അവരതിന്റെ റൈറ്റ് ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ്. അവര് തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ റൈറ്റ് ഇപ്പുറത്ത് ആശീർവാദിന് കൊടുത്തിട്ട് നമ്മളത് മലയാളത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു തിരക്കഥാകൃത്തിനെക്കാട്ടും ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് ഈക്വലി ഡയറക്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇപ്പം നുണക്കുഴി ആസ് എ പ്രേക്ഷകൻ ജിത്തു സാറിനെ കുറച്ച് കാണുമല്ല, പക്ഷെ സ്ക്രിപ്റ്റിന്റെ പ്ലേസ്മെന്റ്സും ഡിറക്ഷൻസും മ്യൂസിക്കും ഇറ്റ് ഈസ് എൻ ഓവറോൾ പക്ഷെ ആ സ്ക്രിപ്റ്റ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വേറൊരു ചോദ്യം, സാർ ഈ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തതേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ അതോ സാറിന്റെ സൃഷ്ടിയായിരുന്നു? ഓരോരുത്തരെ വേണം, സിദ്ദിഖിനെ വേണം, അല്ലെങ്കിൽ മനോജ് കെ സാറിന് വേണം? അല്ലല്ല, അത് ഈ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആലോചിക്കും. ഉറപ്പായിട്ടും ആലോചിക്കും. നമ്മള് ചില കാര്യങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ പറയും. നമ്മളിങ്ങനെ ഡിസ്കഷൻ വരുമ്പോ ഇപ്പം കൂമനകത്തിൽ ആസിഫ് അലിയുടെ ഞാൻ സ്ക്രീൻ പ്ലേ കൊടുക്കുമ്പോൾ തന്നെ കഥ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആസിഫ് അലിയാണ് എന്റെ മനസ്സിൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ആ കൂമന്റെ കഥ നമ്മൾ ആസിഫ് അലിയോടാണ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിലൊരു ഹീറോയിക് ഇമേജ് ഉള്ള ഒരു നടൻ വരാൻ പറ്റില്ല. കാരണം ഈ ക്യാരക്ടർ എപ്പോ വേണമെങ്കിലും വീണു പോകാമെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം. അത് എപ്പോ വേണമെങ്കിലും അയാൾ വീണു പോകും. അയാൾ ദുർബലനാണ്. അയാൾ പല രീതിയിൽ ദുർബലനാണ്. അയാൾ വിജയിക്കും എന്ന് ഒരിക്കലും പ്രേക്ഷകന് തോന്നരുത്. കാരണം അയാൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഒരു വഴിവിട്ട കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ അയാൾ ജയിക്കും എന്ന് ഒരിക്കലും പ്രേക്ഷകനും തോന്നത്തില്ല. അങ്ങനത്തെ ഒരു നടൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആക്ടറും കൂടെ ആയിരിക്കണം, നല്ല ആക്ടറും കൂടെ ആയിരിക്കണം. അങ്ങനെ ഒരാള് ആസിഫ് അലിയാണ് നമുക്കുള്ളത്. ബാക്കി ആസിഫ് അലിയെക്കാട്ടിലോ ആസിഫ് അലിക്കൊപ്പോ അഭിനയിക്കുന്ന മറ്റു നടന്മാരുണ്ടെങ്കിലോ അവർക്കൊക്കെ കുറച്ചും കൂടെ ഒരു ഹീറോ ഇമേജ് വരും. അപ്പം ഇവരെന്തായാലും ഇതിൽ ജയിക്കും എന്നൊരു തോന്നലുണ്ടാവും ഓഡിയൻസിന്. അതാണ് ബേസിക്കലി ഒരു ഹീറോ ഇമേജ് വേണ്ട, പക്ഷെ അതേസമയം വീക്ക്നെസ് ഉള്ള ഒരു ഹീറോയിനെ പോർട്രേ ചെയ്യാനായിട്ട് ആസിഫ് അലിയെ സെലക്ട് ചെയ്തത് അല്ലേ? അതാണ്. അപ്പൊ നമ്മൾ വീണ്ടും നുണക്കുഴിയിലേക്ക് 20 കോടിയിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സിനിമകൾ നല്ല റെസ്പോൺസ് ഉണ്ട്. അതില് വേറെ ആരെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നിങ്ങളുടെ, എനിക്കൊന്ന് ജിത്തു സാറിന്റെ ടീമിലുള്ള മ്യൂസിക് വളരെ പ്രാധാന്യമായിട്ട് അതിനകത്ത് തോന്നി. അപ്പം അത് മ്യൂസിക് നന്നായി ചെയ്തിട്ടുണ്ട്. കാര്യം വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞ ഒരാളാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അയാള്
വിദ്യാസാഗർ സാറിന്റെ ഒക്കെ ശിഷ്യനാണ്. നമ്മുടെ കഴിഞ്ഞ കൂമനും വിഷ്ണുവാണ് ചെയ്തത്. ശരി. ശരിക്കും വിഷ്ണുവിന്റെ ഫസ്റ്റ് പടം കൂമനാണ്. കൂമനും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരി ചെയ്തു. ഇപ്പൊ വിഷ്ണുവിന്റെ 3ാമത്തെ പടമാണിത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ എഡിറ്റിംഗ് നന്നായി വളരെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തു, പടം നല്ലതായിട്ട് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജിത്തുവിന്റെ സ്ഥിരം ടീമാണ്. അതെ, വിനായക് എന്ന് പറഞ്ഞത് വളരെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് നുണക്കുഴിയിലുള്ള ചിത്രീകരണത്തിനിടയില് എനിക്കൊരു കമന്റ്സ് വന്ന് സാറിനോട് ചോദിക്കേണ്ടത്, ഇത് ചില സീൻസ് ഒക്കെ ഒരു കോമഡി, ഈ പ്രത്യേകിച്ച് ഗ്രേസ് ആന്റണിയുടെ ഒക്കെ കഥാപാത്രമൊക്കെ ഭയങ്കര ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ അടിപൊളിയായിട്ടും ഭാവങ്ങൾ മെനു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രസകരമായിട്ട്, സാർ ഉണ്ടായിരുന്നു ഫുൾ ടൈം ഷൂട്ട് സമയത്ത് എന്തെങ്കിലും രസകരമായിട്ട്? ഞാൻ ഫുൾ ടൈം ഉണ്ട്. ഞാൻ ഈ 3 സിനിമയിലും ഞാൻ ഫുൾ ടൈം ഷൂട്ടിലുണ്ട്. എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്? നുണക്കുഴി അനുഭവങ്ങൾ നുണക്കുഴി തമാശയാണല്ലോ, ഇതൊരു തമാശ പടമാണല്ലോ. അപ്പൊ ഇഷ്ടംപോലെ തമാശ അനുഭവങ്ങൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞത്, ഈ ബൈചേട്ടൻ ഈ ഹോസ്പിറ്റൽ സീനിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിനകത്തില് ബൈജു ചേട്ടൻ നമ്മുടെ സ്ക്രീൻ പ്ലേയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അതിന് പൊറോട്ട വാങ്ങിച്ച് ബീഫ് പൊറോട്ടയും കൂടെ പുള്ളിക്ക് വിശപ്പ് കാരണം പുള്ളി ഇത് കഴിച്ചോണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. അപ്പം ബൈചേട്ടനോട് ചോദിച്ചു, ബൈചേട്ടൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാനത് കഴിച്ചോണ്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഭയങ്കര ലെങ്തി സീനായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 12 മിനിറ്റോ 15 മിനിറ്റോ 13 മിനിറ്റോ ഉണ്ട് ആ ഹോസ്പിറ്റൽ സീൻ എന്ന് പറയുന്നത്. അപ്പൊ 4 ദിവസമായിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. 4 ഡേയ്സ് എടുത്തത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഈ 4 ദിവസവും ഈ ബൈചേട്ടൻ ഈ പൊറോട്ടയും ബീഫും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. അപ്പൊ പുള്ളിക്ക് ഇത് കഴിച്ചിട്ട് ഈ സീൻ തീരുന്നില്ലല്ലോ. എല്ലാ ദിവസവും 5-6 പൊറോട്ട വാങ്ങിക്കും, ബീഫും വാങ്ങിക്കും, ഇത് കഴിക്കും. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡബിന് വന്നപ്പോഴും പുള്ളിക്ക് ഇതിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പൊറോട്ടയും ബീഫും വാങ്ങിച്ച് വായിലിട്ടുകൊണ്ടാണ് അത് ഡബ് ചെയ്തിരിക്കുന്നത്. ശരി, ഓക്കെ. തമാശ പടം ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ തമാശ ഉണ്ടാവും. ഇത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ബേസിലിന്റെ ഒരു ചിരിയാണ്. അതെന്താണ്, ഏത് സീനിലാണ് ആ ബേസിൽ ആ ചിരി ചിരിച്ചത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല. സർ, ഏത് സീനാണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ചിരി വീണ്ടും റീടേക്കിലേക്ക് പോയി എന്ന് ജിത്തു സാറും എല്ലാവരും പറയുന്നുണ്ട്? അത് നമ്മൾ മറ്റേ പിന്നെ ഇൻകം ടാക്സ് ഓഫീസർ വന്നിട്ട് പേര് പറയുമ്പോ, ഭാമാകൃഷ്ണൻ എന്നുള്ള പേര് പറയുമ്പം ഇയാൾക്ക് ആ പേരിനകത്തിൽ ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ട് പുള്ളിയുടെ ബേസിന്റെ ഒരു ട്രേഡ് മാർക്ക് ചിരി ഉണ്ടല്ലോ, അത് ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പം അത് സ്ക്രീൻ പ്ലേയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു പരിഹാസത്തിൽ എബി ചിരിച്ചിട്ട് എഴുന്നേറ്റ് ഭയങ്കര ഗമയില് അയാം എബി സക്രിയ, എന്റെ പേര് ഭയങ്കര എബി സക്രിയ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ ടേക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഈ ചിരി ചിരിപ്പിക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഇത് ഇങ്ങനെ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബേസിലിന് അത് വരത്തില്ല. ഇങ്ങനെ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലിന് ചിരി ഒരിക്കലും വരത്തില്ല. അത് കുറെ ടേക്ക് പോയിട്ട് അവസാനം വെറുതെ ഇരുന്നിട്ട് ചിരിക്കാൻ, അങ്ങനെയാണ് അത് എടുത്തത്. അത് ഒരു ടേക്കായിട്ട് എടുത്തിട്ട് അത് സിദ്ദിഖേട്ടനെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് എന്താണ് ചിരി മാത്രമായിട്ട് അങ്ങനെയാണ് എടുത്തത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നായിരുന്നു. അത് കുറെ ടേക്ക് പോയി അതിനാ ചിരി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നുണക്കുഴിയിലെ ഡയലോഗ്സിന്റെയാണ്. സോ ഡയലോഗ്സ് ഒക്കെ വലിയ കട്ടി പിടിച്ചല്ല, കോമഡിക്ക് വന്നിട്ട് ഗ്രേസ് ആന്റണി ഒക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ആണ് അല്ല ആണോ തിരിച്ചു മാറ്റി പറയാം, അതൊക്കെ ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ട് സാർ എഴുതിയിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ച് സാറിനോട് ഞാൻ പറയാണ്. അപ്പൊ ദാറ്റ് ഇസ് വെരി നൈസ് ദാറ്റ് യു ഹാവ് ഡൺ ഇറ്റ്. അപ്പം പിന്നെ ഇനി അടുത്ത് ഞങ്ങൾക്ക് അറിയേണ്ടത് നുണക്കുഴി സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് ഇനി തലവേദനയായിട്ട്. അപ്പം അതിനി ഇന്ന് ഉടനെ വല്ല ചിന്തയിലുണ്ടോ, എഴുത്ത് തുടങ്ങിയോ? അല്ല, നമ്മളത് ഈ സെക്കൻഡ് പാർട്ട് വരുമ്പോഴും ഇപ്പം കൊണ്ട് നിർത്തിയിരിക്കുന്നിടത്തുനിന്ന് അടുത്ത ഒരു ക്ലൈമാക്സിൽ കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ഇടയ്ക്കുള്ള സീക്വൻസുകളും ഇടയ്ക്കുള്ള സംഭവ വികാസങ്ങൾ കിട്ടണം. അതിവിടെ വന്നാല് ഇടയ്ക്ക് ഇതിപ്പം ഇതിനകത്തിലൊരു പോയിന്റ് ഉണ്ട്. ഇദ്ദേഹത്തിന് ലാപ്ടോപ്പ് കയ്യിൽ കിട്ടിയിട്ടില്ല, വീട്ടിൽ വീണ്ടും പ്രശ്നമായി. അത് പുള്ളി പറ്റിച്ചിട്ട് പോകുന്ന സിഐയുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് സംഭവിക്കാം അവിടെ വരെ. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് തുടർച്ചയായിട്ട് ഇതുപോലെ മാലപ്പടക്കം പോലെ പരിപാടികൾ വേണം. എന്നാലാണ് സെക്കൻഡ് പാർട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചാടിക്കേറിയിട്ട് ഇപ്പോ ഈ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് സെക്കൻഡ് പാർട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കുന്നതിൽ കാര്യമില്ല. സിനിമ എപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഇത്രയും സിറ്റുവേഷൻസ് ഉണ്ട് സെക്കൻഡ് പാർട്ടിന്, ഇനി നമുക്ക് അനൗൺസ് ചെയ്യാം എന്നുള്ള ആയിക്കഴിഞ്ഞാൽ. എന്നാലും സാർ അതിന് സമയം കണ്ടെത്തി എഴുതും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പ്രേക്ഷകരും ഞാനും എന്ന് വിചാരിക്കാം. ഓക്കെ സാർ, അപ്പം അടുത്ത ഏതൊക്കെയാണ് പ്രൊജക്ട്സുകൾ വരുന്നത്? നമ്മള് ഏതൊക്കെയാ പ്രൊജക്ട്സുകൾ വരുന്നത്? ഞാനങ്ങനെ ഈ അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമുള്ള പ്രൊജക്ടുകളൊന്നും ഇല്ല. എന്നാലും എന്നെ ഒരു യുവ സംവിധായകരോട് 1-2 സിനിമകളൊക്കെ ചെയ്ത 2 സംവിധായകരുമായിട്ട് 2 പ്രൊജക്ടുകൾ ഡിസ്കഷനിലുണ്ട്. അതായത് യൂത്ത് നടന്മാരാണ്, യുവ നടന്മാർ ആക്ട് ചെയ്യുന്നത്.
പിന്നെ ഞാനും ജിത്തുവും കൂടെ 1-2 പ്രൊജക്റ്റുകളുണ്ട്. ഉണ്ട്. പിന്നെ ഒരു സീനിയർ ഡയറക്ടറുമായിട്ട് ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു 3-4-5 പ്രൊജക്റ്റുകൾ ഡിസ്കഷനിലുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ചിലത് സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞതാണ്, ചിലത് ഹാഫ് ദ വേ ആണ്, ചിലത് 1 ലൈൻ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന പ്രൊജക്റ്റുകൾ ഇതെല്ലാം. പ്രൊജക്റ്റാണ്. അപ്പൊ സാറ് ബിസിയാണ് അല്ലേ? വളരെയധികം ബിസിയാണ്. ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ മലയാളത്തിന് ഒരു പുതിയൊരു കഥാകൃത്തിനെ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം 44ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് വന്നത്. സ്വന്തമായിട്ടൊരു പാഷനും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ചാനലും പറയാം, ഒരു ഡ്രീം ഉണ്ട്. അത് ഡെസ്റ്റിനിയിലേക്കുള്ള യാത്ര വളരെ ഈസി അല്ല. അപ്പൊ അദ്ദേഹം ഒരു എത്തണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പലപ്പോഴും പല കണ്ടുമുട്ടലുകൾ കണ്ട് അതിലൊരു പ്രധാന വ്യക്തിയാണ് നമ്മുടെ ജിത്തു ജോസഫ് സാർ. ജിത്തു ജോസഫ് സാറിന്റെ എൻകറേജും മെന്ററിങ്ങും അവരുടെ നിരന്തരം ഒരു ടീം വർക്കിലൂടെ ഇന്നിപ്പം സ്വന്തമായിട്ട് പറക്കാനായിട്ടുള്ള കൃഷ്ണകുമാർ സാറിലേക്ക് ആർജവും ഊർജവും ഒക്കെ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇത് നമുക്കൊരു പാഠമാണ്. ഒരാൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതൊരു ഡെസ്റ്റിനിയിലേക്ക് എത്താൻ ഒന്നും തടസ്സമല്ല എന്ന് അദ്ദേഹം നമ്മുടെ മുന്നിൽ നിന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം, സാറ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ട്? ഇത് കേൾക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഞങ്ങളുടെ ചാനലിലൂടെ പറയാനും ഇഷ്ടമാണ്, അവരോട് പാഷൻ മനസ്സിലാക്കാൻ, പാഷനിലൂടെ മുന്നോട്ട് വരും. സാറിന് ഞങ്ങളെപ്പോഴുള്ളവർക്ക് അഡ്വൈസ് എന്താണ്? അല്ല, ഞാൻ ഇതിന്റെ പാഷൻ അച്ചീവ് ചെയ്യുന്നതിന്റെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വിശദമായിട്ട് പറയാം. നമ്മൾ ഇതിനകത്ത് ഈ 2016 ഞാൻ അഡ്വർടൈസിങ് ഏജൻസി സ്റ്റോപ്പ് ചെയ്തു. 17-ലൊക്കെയാണ് നമ്മൾ ഈ കഥ 1-2 കഥകളൊക്കെ, ഒരു കഥ ജിത്തുവിനോട് പറയുന്നു, അത് സിനിമയാവും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ അത് സിനിമയാകാൻ ഒരു താൽക്കാലികമായൊരു തടസ്സം വരുന്നു. ഞാൻ ഊമന്റെ കഥ പറയുന്നു, ജിത്തു പറയുന്നു, അത് എഴുതാൻ പറയുന്നു. 2018 നമ്മൾ അതിന്റെ എഴുത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഞാൻ ഏതാണ്ട് ബിസിനസ്സും വരുമാനവും എല്ലാം നിലച്ചിട്ട് ഒരു കൊല്ലത്തിന് മേലെയായി ഇപ്പൊ ആ സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് കൂമനെല്ലാം എഴുതി കഴിഞ്ഞ് ആസിഫ് അലിയുടെ ഒരു ഡേറ്റും ഒക്കെ എടുത്ത് നമ്മൾ ഏതോ ഒരു ജൂലൈയിലോ മറ്റോ തുടങ്ങാനിരിക്കുമ്പോൾ കോവിഡ് വരുന്നു. കോവിഡ് വന്നിട്ട് എല്ലാം അനിശ്ചിതത്വത്തിലാവുന്നു. അനിശ്ചിതത്വത്തിലാവുമ്പം 2020 മറ്റോ. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഏതാണ്ട് 3 കൊല്ലത്തോളം 17, 18, 19 3 കൊല്ലത്തോളം യാതൊരുവിധ വരുമാനവും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ അത് ഒരു ഇൻകവും ഇല്ലാതെ നമ്മുടെ കയ്യിൽ നമ്മൾ അതുവരെ സേവ് ചെയ്ത് വെച്ചിരുന്ന സാമ്പത്തിക അടിത്തറ മുഴുവൻ ഇങ്ങനെ പതുക്കെ ചോർന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് 12th മാൻ വരുന്നതും ഞാൻ ഈ മേഖലയിൽ എൻട്രി ചെയ്യുന്നതും എക്സൽ വരുന്നതും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടം തരണം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. ഈ കാലഘട്ടം അതൊരു ചെറിയ ടാസ്ക് അല്ല. ഇപ്പൊ നമ്മളൊരു 25 വയസ്സിലാണെങ്കിൽ 25 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള സ്ട്രഗിൾ നമുക്ക് തരണം ചെയ്യാം. 44 വയസ്സിലാണെങ്കിൽ 44 വയസ്സ് മുതൽ 47 വയസ്സ് വരെ സ്ട്രഗിൾ ചെയ്താൽ തരണം ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മുടെ കുടുംബത്തിന്റെ, അതായത് വൈഫിന്റെയും മക്കളുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയും കൂടെ എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ആ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ അതിനകത്തൊരു ഉറച്ച തീരുമാനം എടുത്തായിരുന്നു. ഒന്ന്, ഇപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ കുടുംബവും എടുത്തു. ഞാൻ ആ സമയത്തേക്ക് 1-2 തിരക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരും ഒക്കെ ഈ സിനിമ കാണുന്ന ആൾക്കാരാണ്, സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറയുന്നത്, ഈ കാണുന്ന സിനിമകളിൽ പലതിനേക്കാട്ടിലും നല്ല തിരക്കഥയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ വായിച്ചത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളൊരു തിരക്കഥാകൃത്താകും എന്നൊരു പുറമേ നിന്നൊരു സപ്പോർട്ടും വിശ്വാസവും അതിന്റെ ഒരു പിൻബലവും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ പിടിച്ചു നിന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു യാത്രയില് നമുക്കുണ്ടാകാവുന്ന ഒരു നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്ന എന്താ പറയുക, ഹഡിൽസ് ഇഷ്ടം പോലെ, ഫൈനാൻഷ്യൽ ഏറ്റവും വലുത് ഫൈനാൻഷ്യൽ ചലഞ്ചസ് ആണ്. കാര്യം നമ്മളൊരു സിനിമയുടെ പുറകെ പോവുക, തിരക്കഥ എഴുതുക, കഥ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ 9 മണി മുതൽ 5 മണി വരെയോ 6 മണി വരെയോ ഒരു ജോലി ചെയ്തിട്ട് വന്നിട്ട് വൈകുന്നേരം ലെഷർ ടൈമിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് എന്തായാലും അല്ല. എന്നെ സംബന്ധിച്ച് മുഴുവൻ സമയവും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനകത്തിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ 20 വർഷത്തെ എൻ്റെ പുറകോട്ടുള്ള ജീവിതം നോക്കിയാൽ മനസ്സിലാവും. 96-ലും 97-ലും 2000-ലും ഒക്കെ എനിക്കിതിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് നടക്കാതെ പോയത് ഞാൻ മറ്റു കാര്യങ്ങളിൽ എൻഗേജ് പ്രയോറിറ്റി മാത്രമല്ല, നമ്മൾ വേറൊരു മേഖലയിൽ പോയി എൻട്രി ചെയ്ത് അതിനകത്തിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കഥ എഴുതുക എന്ന് പറയുന്ന കഥ എഴുതാൻ പിന്നെയും പറ്റുമായിരിക്കും, തിരക്കഥ എഴുതാൻ പറ്റത്തില്ല. ഭയങ്കര ക്ലിയർ മൈൻഡ് വേണം. കാര്യം നമ്മള് ഭയങ്കര ചെറുതായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയാൽ തന്നെ ഈ എഴുത്ത് എന്നെ സംബന്ധിച്ച് നടക്കത്തില്ല. വളരെ ചെറിയ ഡിസ്ട്രാക്ഷൻസ് പോലും എഴുത്ത് തന്നെ
ഭയങ്കര പ്രശ്നമാകും. അപ്പൊ ഞാൻ വളരെ ക്ലിയർ ആയിട്ടിരുന്ന് മൈൻഡ് ഫ്രീ ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോ അങ്ങനെ പറ്റത്തുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് 96 മുതൽ 2016 വരെ എനിക്ക് എഴുത്ത് മാറ്റി വെക്കേണ്ടി വന്നത്. നമ്മൾ മറ്റു മേഖലകളിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ചൊരു ചെറിയൊരു സാമ്പത്തിക അടിത്തറയൊക്കെ ഉണ്ടെന്ന് തോന്നിയ സമയത്ത് ഇതിനകത്തിലേക്ക് ഇറങ്ങി നമ്മൾ അതിനകത്തിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് വന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ് പിന്നീട് ഞാൻ കണ്ടത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായ ചില സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് 3 സിനിമയൊക്കെ എഴുതി 3ഉം വിജയിച്ചു അല്ലെങ്കിൽ ഹിറ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പൊ നിന്നുകൊണ്ട് പറയുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന പോയിന്റിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇതിനൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിനകത്തിൽ എന്നെ സംബന്ധിച്ച് കുറച്ച് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് ജിത്തു ജോസഫിനെ പോലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. വേറൊരാളായിരുന്നെങ്കിൽ ചിലപ്പം വഴിയിൽ വീണു പോയേനെ. ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ടും അയാളുടെ കരിയറിന്റെ പ്രൈം ടൈമിൽ നിന്നതുകൊണ്ടുമാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് പ്രൊജക്ടുകൾ വന്ന് എനിക്ക് ഇന്നാവാൻ പറ്റിയത്. അപ്പൊ അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം തീരുമാനിച്ച് നമ്മൾ അതിന്റെ പുറകെ പോയാൽ നടത്തിയെടുക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ നടത്തിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നമ്മളൊരു വിശ്വാസം കൂടെ വേണം. എന്നെ കൊണ്ട് പറ്റും. ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി മറ്റു പലരും ചെയ്യുന്നതിനൊപ്പമോ അതിന് മുകളിലോ ആണെന്നൊരു കുറച്ച് വിശ്വാസം കൂടെ വേണം നമുക്ക്. അതെ. വളരെ നന്നായിട്ട് സാർ. സാറിന്റെ എന്തായാലും ജയത്രയാത്ര തുടരട്ടെ. ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ജിത്തു ജോസഫ് സാറുമായിട്ടും ചേർന്ന് നന്നായിട്ട് വരട്ടെ. അദ്ദേഹത്തിന് നമുക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. താങ്കളുള്ളൊരു കലാകാരനെ കണ്ടെത്തി റബ്ബ് ചെയ്ത് എൻകറേജ്. അത് പലരും ഇന്ന് ചെയ്യില്ല. പലരും താത്തി. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. സിനിമകളിലൂടെ അറിയാവുന്ന പരിചയമുള്ളൂ. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ ഒരു സുഹൃത്തുവലയത്തിലുള്ള ഇത്രയും ഞങ്ങൾക്ക് രസകരമായിട്ട് നുണക്കുഴി തന്നതിന് വൺസ് അഗെയിൻ എന്റെയും ടീം അംഗങ്ങളുടെ എല്ലാം ആശംസകൾ. ഇനിയും നല്ല നല്ല പടങ്ങൾ വരട്ടെ, മലയാളത്തിന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം സർ. താങ്ക് യു വെരി മച്ച്.